ഈശോയിലേറ്റ സ്നേഹമുള്ളവരെ, ജോഷ 1:8 പ്രകാരം പറയുന്നു, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യും. ഇത് റിലേറ്റ് ചെയ്ത് ഒരു കുഞ്ഞ് ആശയം ഷെയർ ചെയ്യാനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനുദിന ജീവിതത്തിൽ എന്നും നമ്മൾ ഓഫീസിൽ പോകാറുണ്ട്, പല സ്ഥലങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു വെക്കും. ഒന്ന് ഫോൺ ആരും ഒരിക്കലും മറക്കാറില്ല, അല്ലെങ്കിൽ ചാർജർ, ലഞ്ച് ബോക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇനി മുതലുണ്ടല്ലോ, നമ്മുടെ അനുദിന ജീവിതത്തിൽ എവിടെ പോയാലും നമ്മൾ ഒരു പോക്കറ്റ് ബൈബിൾ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥയെ സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ബൈബിൾ തുറന്ന് വചനം വായിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാംസിൻ്റെ അകത്ത്, സങ്കീർത്തനങ്ങളുടെ അകത്ത് നമുക്ക് നമ്മുടെ ഏത് സാഹചര്യങ്ങളിൽ വേണ്ട പ്രാർത്ഥനകളും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുക, അപ്പോൾ സാംസ് 25 വഴി കാട്ടണമേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ 51 അനുതാപ സങ്കീർത്തനം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുർബാനയ്ക്ക് ചെന്നിരിക്കുമ്പം നമ്മൾ ആ അനുതാപ സങ്കീർത്തനം ഒന്ന് തുറന്ന് വായിക്കുക, കുർബാന തുടങ്ങുന്നതിന് മുമ്പ്. നമുക്ക് അങ്ങനെയൊക്കെ പ്രിപ്പയർ ആകാൻ പറ്റും. അതുപോലെ വിശുദ്ധ ബലിക്ക് പോകുമ്പോഴും ബൈബിള് കൂടെ കൊണ്ടുപോകുക. നമ്മൾ ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആത്മാവിൽ ഈശോയോട് സംസാരിക്കുക. ഈശോയെ, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണേ എന്നും പറഞ്ഞ് നമ്മൾ ബൈബിൾ തുറക്കുമ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈശോ നമുക്ക് വചനത്തിലൂടെ പറഞ്ഞു തരും. അതുപോലെ എവിടെ പോയാലും, ഞാൻ ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ ബാഗിൻ്റെ അകത്ത് സമ്പൂർണ്ണ ബൈബിളാണ് ക്യാരി ചെയ്യാറുള്ളത്. ചിലപ്പോൾ ഫുഡ് കൊണ്ടാൽ സ്കിപ്പ് ചെയ്താലും ഞാൻ ബൈബിൾ എടുത്തിടും. അതുപോലെ ഷോപ്പിങ്ങിന് പോയാൽ ജാക്കറ്റിൻ്റെ അകത്ത് പോക്കറ്റ് ബൈബിൾ ഇടും. ലാബിൽ പോയി കഴിഞ്ഞാൽ, അതായത് അവിടെ ചെന്നിരിക്കുമ്പോഴൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു അധ്യായം എടുത്ത് തുറന്ന് വായിക്കും. സാംസ് തന്നെ വായിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഏതെങ്കിലും ഒരു അധ്യായം, അതായത് നമ്മൾ റീൽസ് കണ്ടും അല്ലെങ്കിൽ അവരോടൊക്കെ ചിറ്റാറ്റ് ചെയ്ത് കളയുന്ന സമയത്ത് നമുക്ക് ഈശോയുടെ വചനം വായിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കാൻ ശ്രമിക്കാവേ. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ആവേ മരിയ.